നമ്മുടെ പുതിയ സീരീസ് ആയ ഇംഗ്ലീഷ് ഫ്ലുവൻസി ചാലഞ്ചിലെ ഡേ 3 ആണെന്ന്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ഒന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ആൻസേഴ്സ് എല്ലാം കാണാമല്ലോ. ഇതിൽ ആദ്യത്തേതും നാലാമത്തേതും അവിടെയാണ് നിങ്ങൾക്ക് കുറച്ചു പേർക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നത്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഐ ആസ്ക്ഡ് ഹെർ ഫോർ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറയണം. ആ 4 അവിടെ വരണം. കാരണം ഒരു ഗ്ലാസ് വെള്ളം ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 4 അവിടെ ചേർക്കുന്നത്. അതുപോലെ നാലാമത്തതില് ഐ ഡോണ്ട് നോ ഇഫ് ഷീസ് ജോക്കിംഗ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവിടെ ഇഫ് ഷീസ് ടെല്ലിങ് എ ജോക്ക് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് ജോക്ക് എന്നുള്ളത് വേർബായിട്ട് യൂസ് ചെയ്താൽ മതി. ഐ ഡോണ്ട് നോ ഇഫ് ഷീസ് ജോക്കിംഗ് എന്ന് മാത്രം മതി. ഇനി ഇന്നത്തെ ക്ലാസ്സിലെ കുറച്ച് പുതിയ പാറ്റേൺസ് പഠിക്കാം. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയാറില്ലേ, നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, അതിലെനിക്ക് വിരോധമില്ല എന്നൊക്കെ പറയില്ലേ. അതെങ്ങനെ പറയും എന്നാണ് നമ്മൾ നോക്കുന്നത്. എനിക്കിവിടെ പറയേണ്ടത് കാത്തിരിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല എന്നാണ്. അതായത് അതിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന്. അപ്പോൾ എനിക്ക് വിരോധമില്ല അല്ലെങ്കിൽ എനിക്ക് അതിൽ പ്രശ്നമില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ മതി. അതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഫ്രേസ്. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെ പറയും എന്നുള്ളത് നോക്കാം. ഐ ഡോണ്ട് മൈൻഡ് വെയിറ്റിംഗ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം കാത്തിരിക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല, വിരോധമില്ല. ഐ ഡോണ്ട് മൈൻഡ് വെയിറ്റിംഗ്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുന്നതല്ലേ ചെയ്യുന്ന പ്രവൃത്തി, അത് നമ്മൾ ING ചേർത്ത് പറയുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നോക്കൂ, തനിച്ച് പോകുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. ഐ ഡോണ്ട് മൈൻഡ് ഗോയിങ് എലോൺ. തനിയെ പോവുക, തനിച്ചു പോവുക, അതിന് ടു ഗോ എലോൺ എന്ന് പറയാം. ഐ ഡോണ്ട് മൈൻഡ് ഗോയിങ് എലോൺ എന്ന് പറഞ്ഞാൽ മതി. ബസ്സിന് പോകുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പോൾ വി ആണ് വരിക, ഞങ്ങൾ എന്നല്ലേ. വി ഡോണ്ട് മൈൻഡ്. ഇനി ബസ്സിന് പോവുക എന്നുള്ളതിന് ടു ഗോ ബൈ ബസ് എന്ന് തന്നെ പറയണം എന്നില്ല. ടു ടേക്ക് ദ ബസ് എന്ന് പറഞ്ഞാലും മതി. അപ്പൊ അവിടെ ING ചേർക്കണമല്ലോ. എന്ത് വരും? വി ഡോണ്ട് മൈൻഡ് ടേക്കിംഗ് ദ ബസ്. അപ്പൊ നിങ്ങൾക്ക് ആ പാറ്റേൺ മനസ്സിലായോ? വി ഡോണ്ട് മൈൻഡ് ടേക്കിംഗ് ദ ബസ്. ഇനി നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഓർത്ത് നോക്കൂ. നമ്മൾ ട്രെയിനിലോ അല്ലെങ്കിൽ പ്ലെയിനിലോ ട്രാവൽ ചെയ്യാന്നിരിക്കട്ടെ. അപ്പൊ ആരെങ്കിലും നമ്മളോട് ആവശ്യപ്പെടുകയാണ് സീറ്റുകൾ പരസ്പരം ഒന്ന് മാറിയാലോ എന്ന്. അപ്പൊ നമുക്ക് പറയേണ്ടത് അങ്ങനെ സീറ്റുകൾ മാറുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല എന്നാണ്. അതെങ്ങനെ പറയും? ഐ ഡോണ്ട് മൈൻഡ്. ഇവിടെ സീറ്റുകൾ പരസ്പരം മാറുകയാണ് ചെയ്യുന്നത് അല്ലേ, അതിന് നമുക്ക് സ്വിച്ച് എന്ന വേർബ് യൂസ് ചെയ്യാം. ഇവിടെ എന്താ പറയേണ്ടത്? ഐ ഡോണ്ട് മൈൻഡ് സ്വിച്ചിങ് സീറ്റ്സ്. ഐ ഡോണ്ട് മൈൻഡ് സ്വിച്ചിങ് സീറ്റ്സ്. അടുത്തത്, നിങ്ങൾ വൈകിയാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. വി ഡോണ്ട് മൈൻഡ് ഇഫ് യു ആർ ലേറ്റ്. നിങ്ങൾ വൈകിയാൽ പ്രശ്നമില്ല എന്നല്ലേ പറഞ്ഞേ. വി ഡോണ്ട് മൈൻഡ് ഇഫ് യു ആർ ലേറ്റ്. ഇനി ഇത് നോക്കൂ, നമ്മൾ അയാളുടെ ബൈക്ക് ഉപയോഗിച്ചാൽ അയാൾക്ക് പ്രശ്നമൊന്നുമില്ല, അയാൾക്ക് അതിൽ വിരോധമൊന്നുമില്ല. അപ്പോൾ അയാൾക്കാണ് വിരോധമില്ലാത്തത്. അപ്പൊ എന്താ പറയാ? ഹി ഡസൻ മൈൻഡ്. ഹി ആയതുകൊണ്ട് ഡസൻ വന്നു കേട്ടോ. ഹി ഡസൻ മൈൻഡ് ഇഫ് വി യൂസ് ഹിസ് ബൈക്ക്. ഹി ഡസൻ മൈൻഡ് ഇഫ് വി യൂസ് ഹിസ് ബൈക്ക്. ഇനി ഈ സെന്റൻസ് എങ്ങനെ പറയും? നമ്മളെ സഹായിക്കുന്നതിൽ അവൾക്ക് വിരോധമൊന്നുമില്ല, അവൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതെങ്ങനെയാ പറയാ? ഇവിടെ അവളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഷീ ഡസൻ മൈൻഡ് ഹെൽപ്പിംഗ് അസ്. നമ്മളെ സഹായിക്കുന്നതിൽ ഷീ ഡസൻ മൈൻഡ് ഹെൽപ്പിംഗ് അസ്. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത് ഓർത്ത് വെച്ചോളൂ. അവസാനം ഹോംവർക്കിൽ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. ഇതാ ഇങ്ങനൊരു കാര്യമാണ് എനിക്ക് പറയേണ്ടത്. എനിക്ക് വേണ്ടത് അല്പം വിശ്രമമാണ്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുമല്ലോ, എനിക്ക് അല്പം വിശ്രമം വേണം അല്ലേ, അങ്ങനെ പറയാമല്ലോ. അതിന് നമുക്ക് ഐ നീഡ് സം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ ഞാൻ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലും വേറൊരു രീതിയിലാണ്. എനിക്ക് വേണ്ടത് അല്പം വിശ്രമമാണ്, അങ്ങനെ നമ്മൾ എടുത്ത് പറയാണ്. അവിടെ നമ്മളത് ഇംഗ്ലീഷിൽ പറയുക, ആദ്യത്തെ ആ ഒരു ഭാഗം എനിക്ക് വേണ്ടത് ഇല്ലേ, അത് പറയുന്നത് വാട്ട് ഐ നീഡ്. വാട്ട് ഐ നീഡ്. ഇനി ബാക്കി വരിക കേട്ടോ. എന്താണ് എനിക്ക് വേണ്ടത്? അല്പം വിശ്രമം, സം റെസ്റ്റ്. വാട്ട് ഐ നീഡ് ഇസ് സം റെസ്റ്റ് എന്നാണ് പറയേണ്ടത്. വാട്ട് ഐ നീഡ് ഇസ് സം റെസ്റ്റ്. അപ്പൊ ആ വാട്ട് കണ്ടിട്ട് ഇതൊരു ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾ ഓർക്കരുത്. എനിക്ക് വേണ്ടത് എന്താണ് എന്നാണ് ആദ്യം പറഞ്ഞത്. അതിനാണ് വാട്ട് ഐ നീഡ് ഇസ് സം റെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെ ആവശ്യമായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള ഒരു പാറ്റേൺ ആണ്. ഇത് പഠിച്ചു വെച്ചാൽ മനസ്സിലാവും എന്തുമാത്രം ക്ലിയർ ആയിട്ട് ചില കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഈ പാറ്റേൺ നന്നായിട്ട് ഓർത്തു വെച്ചോളൂ. നമുക്ക് കുറെ എക്സാമ്പിൾസ് നോക്കാം. എനിക്ക് വേണ്ടത് ചിന്തിക്കാൻ കുറച്ച് സമയമാണ്. എനിക്ക് വേണ്ടത് വാട്ട് ഐ നീഡ് എന്താണ്? ചിന്തിക്കാൻ കുറച്ച് സമയമാണ്. അപ്പൊ ആ ആണ് എന്നുള്ള ഇസ് ആണ് ആദ്യം വരാൻ പോകുന്നത് കേട്ടോ. ഇനി വാട്ട് ഐ നീഡ് ഇസ് സം ടൈം ടു തിങ്ക്.
വാട്ട് ഐ നീഡ് ഇസ് സം ടൈം ടു തിങ്ക്. മനസ്സിലായോ എങ്ങനെയാണ് സെന്റൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന്? ഇനി ഞാൻ ഇതുപോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് വേണ്ടത് ഒരു ബ്രേക്ക് ആണ്, അതായത് ഒരു ഇടവേള, ഒരു ബ്രേക്ക് ആണ് വേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് ഇപ്പൊ എന്ത് പറയും? വാട്ട് യു നീഡ്. മുമ്പ് വാട്ട് ഐ നീഡ് പറഞ്ഞില്ലേ, അതുപോലെ വാട്ട് യു നീഡ് എന്താണ്? ഇസ് എ ബ്രേക്ക്. അത്രേ ഉള്ളൂ. വാട്ട് യു നീഡ് ഇസ് എ ബ്രേക്ക്. എങ്കിൽ ഇതൊന്ന് നോക്കൂ. നല്ല ഒരു ഉറക്കമാണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് നിങ്ങൾക്ക് വേണ്ടത് നല്ല ഒരു ഉറക്കമാണെന്നാണ് പറയുന്നത്. നമ്മൾ ഒരാളോട് പറയാണ് രാത്രി നന്നായിട്ടൊന്ന് ഉറങ്ങുമോ, അതാണ് ഇപ്പൊ വേണ്ടത്. ഇങ്ങനെ പറയും, വാട്ട് യു നീഡ് ഇസ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ്. അതായത് രാത്രി നല്ലപോലെ ഒന്ന് ഉറങ്ങുകയാണ് വേണ്ടതെന്ന്. വാട്ട് യു നീഡ് ഇസ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ്. അപ്പോൾ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഹി അല്ലെങ്കിൽ ഷീ ആണെങ്കിലോ, അങ്ങനെ ഒരാളെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിലോ, അപ്പൊ എനിക്ക് പറയണം അവൾക്ക് വേണ്ടത് ഒരു നല്ല സുഹൃത്തിനെയാണ്. വാട്ട് ഷീ നീഡ്സ് ഇസ് എ ഗുഡ് ഫ്രണ്ട്. അവിടെ വാട്ട് ഷീ കഴിഞ്ഞിട്ട് നീഡ് അല്ല, നീഡ്സ്. ഷീ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ നീഡിന്റെ കൂടെ ഇസ് ആഡ് ചെയ്തു. ആ ഒരു ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വാട്ട് ഷീ നീഡ്സ് ഇസ് എ ഗുഡ് ഫ്രണ്ട്. ഇനി ഇതെങ്ങനെ പറയും? അയാൾക്ക് വേണ്ടത് താമസിക്കാൻ ഒരു ഇടമാണ്, താമസിക്കാൻ ഒരു സ്ഥലമാണ്. അതെങ്ങനെ പറയും? വാട്ട് ഹി നീഡ്സ് ഇസ് എ പ്ലേസ് ടു സ്റ്റേ. വാട്ട് ഹി നീഡ്സ് ഇസ് എ പ്ലേസ് ടു സ്റ്റേ. താമസിക്കാൻ ഒരു ഇടം, പ്ലേസ് ടു സ്റ്റേ. നമുക്കിനി അടുത്ത ടൈപ്പ് സെന്റൻസ് നോക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. കാറ് പോയിട്ട് ഒരു ബൈക്ക് വാങ്ങുന്നത് പോലും എനിക്ക് താങ്ങാനാകില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. കൂട്ടത്തിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളത് കാറാണ്, ബൈക്കിന് അത്രയും പൈസ കൊടുക്കണ്ടല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് ഇംഗ്ലീഷിൽ പറയാൻ, കൂട്ടത്തിൽ വില കുറഞ്ഞത് ബൈക്കാണല്ലോ, അതിന്റെ കാര്യം നമ്മൾ ആദ്യം പറയാണ്. ഐ കാണ്ട് എഫോർഡ് എ ബൈക്ക്. അതായത് ഒരു ബൈക്ക് വാങ്ങുന്നത് എനിക്ക് ആ ചെലവ് താങ്ങാനാവില്ല. അതിനാണ് നമ്മൾ എഫോർഡ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. അവിടെ വാങ്ങുക എന്നുള്ളതിന്റെ ബൈ അതൊന്നും ഇവിടെ കൊണ്ടുവരണ്ട കേട്ടോ. ആ ചെലവ് താങ്ങാനാവില്ല എന്നുള്ളതിന് ഈ ഒരൊറ്റ വാക്ക് ഉപയോഗിച്ചാൽ മതി. ഐ കാണ്ട് എഫോർഡ് എ ബൈക്ക്. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് കാറിന്റെ കാര്യമാണ്. പിന്നെയല്ലേ കാറ്, അങ്ങനെ നമ്മൾ പറയുമല്ലോ മലയാളത്തില്. അതേപോലെ ഇംഗ്ലീഷിൽ പറയാ ലെറ്റ് അലോൺ എ കാർ എന്നാണ്. അതായത് കാറിന്റെ കാര്യം വിട്, ബൈക്ക് പോലും വാങ്ങാനാവില്ല എന്ന്. ഐ കാണ്ട് എഫോർഡ് എ ബൈക്ക്, ലെറ്റ് അലോൺ എ കാർ. വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ആരോടെങ്കിലും എക്സസൈസ് ചെയ്യുന്ന കാര്യം, നടക്കാനൊക്കെ പോകുന്ന കാര്യം പറയാന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ ആ ആളോട് ഇടയ്ക്കൊന്ന് ജോഗിങ്ങിന് പോക്കൂടെ, ഓടിക്കൂടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ വേറെ ആരെങ്കിലും പറയാണ് അവള് നടക്കാൻ പോലും പോവില്ല, പിന്നെയല്ലേ ഓടുന്നത് എന്ന് പറയില്ലേ? ഓടുന്നത് പോയിട്ട് അവള് നടക്കുക പോലും ഇല്ല എന്ന്. അപ്പൊ അവിടെ എന്താ നമ്മൾ പറയേണ്ടത്? ആദ്യം പറയേണ്ടത് കൂട്ടത്തിൽ എളുപ്പമുള്ള കാര്യമാണ് അല്ലേ? അപ്പൊ അവിടെ ഷി വോണ്ട് ടേക്ക് എ വാക്ക്, നടക്കുക പോലുമില്ല. ഷി വോണ്ട് ടേക്ക് എ വാക്ക്, ലെറ്റ് അലോൺ റൺ. പിന്നെയല്ലേ ഓടുന്നത്, ലെറ്റ് അലോൺ റൺ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഫ്രേസ് ഉണ്ടല്ലോ, ലെറ്റ് അലോൺ ഉള്ളത്, അത് വെച്ച് എങ്ങനെയാ പറയുന്നതെന്നാണ്. അപ്പൊ അത് ആ ഒരു ഫ്രേസിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് കൂട്ടത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? ഷി വോണ്ട് ഇവൻ ടേക്ക് എ വാക്ക്. നടക്കുന്നത് എളുപ്പമാണ്, അതുപോലും ചെയ്യില്ല, പിന്നെയല്ലേ ഓടുന്നത്, ലെറ്റ് അലോൺ റൺ. ഇനി അടുത്ത സെന്റൻസ് നോക്കൂ. സംസാരിക്കുന്നത് പോയിട്ട് അയാൾ ചിരിക്കാറ് പോലും ഇല്ല. ഒരാളെ കുറിച്ച് നമ്മൾ പറയാണ്. അപ്പോ ചിരിക്കുക, സംസാരിക്കുക, ഇതിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താണ്? വെറുതെ ഒന്ന് ചിരിച്ചു കാണിക്കുന്നതാണല്ലേ. അതുപോലും ചെയ്യാത്ത ആള് എങ്ങനെ സംസാരിക്കും എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഇവിടെ നമ്മൾ ധ്വനിപ്പിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം എളുപ്പമുള്ള കാര്യത്തെ കുറിച്ച് പറയാം. ചിരിക്കുന്നതാണല്ലോ അത്. അതിപ്പോ നമ്മൾ എന്ത് പറയും? ഹി ഡസന്റ് ഇവൻ സ്മൈൽ, ലെറ്റ് അലോൺ ടോക്ക്. എങ്ങനെയാണ് ആ പാറ്റേൺ വന്നതെന്ന് മനസ്സിലായോ? കൂട്ടത്തിൽ എളുപ്പമുള്ളത് ആദ്യം പറയാ. ഹി ഡസന്റ് ഇവൻ സ്മൈൽ, ചിരിക്കാറ് പോലുമില്ല, ഒന്ന് പുഞ്ചിരിക്കാറ് പോലുമില്ല. പിന്നെ അല്ലേ, എന്നിട്ടല്ലേ സംസാരിക്കുന്നത്, ലെറ്റ് അലോൺ ടോക്ക്. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്ന് ഓർത്തു നോക്കൂ. നമ്മുടെ ഒരു നെയ്ബർ, അവർക്ക് 2 നായ്ക്കളുണ്ട്, 2 ഡോഗ്സ് ഉണ്ട്. അപ്പൊ 2 ഡോഗ്സ് ഉള്ളത് നല്ല രസമാണെന്ന് അവർ പറയാണ്. അപ്പൊ നമ്മളോട് പറയാണ് നിങ്ങൾക്കും വളർത്തിക്കൂടെ? അപ്പൊ നമ്മൾ എന്ത് പറയും? നമുക്ക് ഒരു നായ പോലും ഇല്ല, അതുപോലും മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത് ബുദ്ധിമുട്ടാണ്, പിന്നെയല്ലേ 2 എണ്ണം. എങ്ങനെ പറയാ? വി കാൺ മാനേജ് 1 ഡോഗ്, ലെറ്റ് അലോൺ 2. ഒരു നായയെ ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് പരിപാലിച്ചുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. വി കാൺ മാനേജ് 1 ഡോഗ്, ലെറ്റ് അലോൺ 2. ഇനി നല്ല വെയിറ്റ് ഉള്ളൊരു ബാഗ്, അത് നമുക്കൊന്ന് എടുത്ത് പൊക്കാൻ പോലും പറ്റുന്നില്ല, ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെയല്ലേ അത് ചുമന്നുകൊണ്ട് നടക്കുന്നത്, അത് ചുമന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നത്. അതെങ്ങനെ പറയും? കൂട്ടത്തിൽ എളുപ്പം അതൊന്നും എടുത്ത് പൊക്കുന്നതല്ലേ. അതാദ്യം പറയാം. ഐ കാണ്ട് ഇവൻ ലിഫ്റ്റ് ദിസ് ബാഗ്, ലെറ്റ് അലോൺ ക്യാരി ഇറ്റ്. ഐ കാണ്ട് ഇവൻ ലിഫ്റ്റ് ദിസ് ബാഗ്, എടുത്ത് ഉയർത്തുക, അതാണ് ലിഫ്റ്റ്. അത് ചെയ്യാൻ പറ്റുന്നില്ല,
ലെറ്റ് അലോൺ ക്യാരി ഇറ്റ്, പിന്നെ അല്ലേ അതും എടുത്തുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഈ ഒരു ഫ്രേസ് ഉപയോഗിച്ച് എങ്ങനെയാണ് സെന്റൻസസ് പറയുന്നതെന്ന് മനസ്സിലാക്കിയാലോ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സെന്റൻസിന്റെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞിട്ട് കോമ ഇടാൻ മറക്കരുത്. കാരണം അവിടെ ഒരു നിർത്ത് വരുന്നുണ്ട്, ഒരു പോസ് വരുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് ആ കോമ ഇമ്പോർട്ടന്റ് ആണ് എഴുതുമ്പോൾ. പറയുമ്പോൾ അവിടെ ഒന്ന് നിർത്തുക വേണം. ഇനി നമ്മൾ കാണാൻ പോകുന്ന പാറ്റേൺ, ഇംഗ്ലീഷ് പഠിക്കുന്നവര് അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുന്നവര് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 2 പാറ്റേൺസ് ആണ്. ഞാനിവിടെ 2 പാറ്റേൺസ് എന്ന് പറയാൻ കാരണം 2 തരം സ്ട്രക്ചറാണ് ഞാനിവിടെ സൈഡ് ബൈ സൈഡ് ആയിട്ട് പഠിപ്പിക്കുന്നത്. കാരണം നമ്മളിവിടെ കാണാൻ പോകുന്നത് ശീലങ്ങളെ കുറിച്ച് എങ്ങനെ പറയുന്നതാണ്. ഈ ശീലങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാവാം, നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റിലെ ശീലങ്ങളാവാം, അല്ലെങ്കിൽ പാസ്റ്റില് അന്നൊരു കാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കുറെ കാര്യങ്ങളും ആവാം. അതിന്റെ അർത്ഥം ഇപ്പൊ നമ്മൾ ആ പാസ്റ്റിലെ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നാണ്. ഇത് രണ്ടും എങ്ങനെ പറയും നോക്കാം. ഇപ്പൊ പതിവായിട്ടുള്ളൊരു കാര്യം പറയുകയാണെ, ഏകദേശം 6 മണിയോടെ ഞാൻ വീട്ടിലെത്താറുണ്ട്, അല്ലെങ്കിൽ ഞാൻ വീട്ടിലെത്തും. വീട്ടിലെത്തുന്ന വെച്ചാൽ നാളത്തെ കാര്യം പറയല്ല കേട്ടോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ കാര്യമല്ല. ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറ് എന്നുള്ളൊരു രീതിയിൽ പറയുകയാണെ. അതെങ്ങനെ പറയാ? ഐ ഗെറ്റ് ഹോം അറൌണ്ട് 6. അറൌണ്ട് 6, ഏകദേശം, എന്നും കൃത്യം 6 മണിക്കല്ല, അതിനോടടുത്ത് എത്തുന്നു. ഐ ഗെറ്റ് ഹോം അറൌണ്ട് 6. അപ്പൊ വീട്ടിലെത്തുക എന്നുള്ളതിനാണ് ഞാൻ ഗെറ്റ് ഹോം എന്ന് പറഞ്ഞത്. ഐ റീച്ചും പറയാം. ഐ റീച്ച് ഹോം അറൌണ്ട് 6. അപ്പൊ അവിടെ ഞാൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ? ഐ ഗെറ്റ്, ഐ റീച്ച്, അതായത് ഐ ആ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ആ വേർബ് വെറുതെ അതിന്റെ ബേസ് ഫോം ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അവള് സാധാരണയായി 11 മണിയോടെ ഉറങ്ങാൻ പോകും. അപ്പൊ അവളെ കുറിച്ചാ പറയുന്നേ. അവിടെ എന്താ പറയേണ്ടത്? ഷീ വെച്ച് തുടങ്ങണം. പിന്നെ ഇവിടെ ഒരു വാക്ക് വന്നിട്ടുണ്ട്, സാധാരണയായി എന്ന്. കാരണം ഒരു റുട്ടീൻ, ഒരു പതിവിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാക്കുകൾ വരുന്നത്, സാധാരണ എന്നൊക്കെ. ഇവിടെ എന്ത് പറയും? ഷീ യൂഷ്വലി ഗോസ് ടു ബെഡ് ബൈ 11. 11 മണിയോട് കൂടെ, 11 മണിക്ക് എന്നല്ല, 11 മണിയോടെ, അതായത് അതിന് മുൻപായിട്ടെന്ന് അല്ലെ. അപ്പൊ എന്ത് പറയും? ഷീ യൂഷ്വലി ഗോസ് ടു ബെഡ് ബൈ 11. ഷീ വന്നത് കൊണ്ടാണ് ഗോസ് എന്ന് പറഞ്ഞത്. ഗോ കഴിഞ്ഞിട്ട് എസ് ആഡ് ചെയ്യണം. അവിടെ ഈ കൂടെ ഇടയ്ക്ക് വരും. ആ ഗോ എന്ന് പറയുന്ന വേർബ് അത് ഓയിലാണല്ലോ അവസാനിക്കുന്നത്, അതുകൊണ്ടാണ് ഒരു ഈ കൂടെ ചേർത്തത്. ഷീ യൂഷ്വലി ഗോസ് ടു ബെഡ് ബൈ 11. അപ്പൊ ഇവിടെയും നമ്മൾ അവളുടെ ഒരു ശീലത്തെ കുറിച്ചാണ് പറഞ്ഞത്, അവളുടെ ഒരു പതിവ് രീതിയെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ ഷീ ഗോസ് എന്ന് പറഞ്ഞു. ഇനി ഇതൊന്ന് പറയൂ. ഞാൻ എന്നും രാവിലെ ഗ്രീൻ ടീ കുടിക്കാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ, എന്നും രാവിലെ. അപ്പൊ അതൊരു പതിവാണേ. എന്ത് പറയും? ഐ ഡ്രിങ്ക് ഗ്രീൻ ടീ എവ്രി മോർണിംഗ് എന്ന് പറയാം. പക്ഷെ അതിനും കുറച്ചുകൂടെ നല്ലത് കേൾക്കാൻ, കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് തോന്നുക ഐ ഹാവ് യൂസ് ചെയ്യുമ്പോഴാണ്. ഐ ഹാവ് ഗ്രീൻ ടീ എവ്രി മോർണിംഗ്. അപ്പോൾ ഐ ഡ്രിങ്ക് അല്ലെങ്കിൽ ഐ ഹാവ്, അവിടെയെല്ലാം നമ്മൾ ഇപ്പോഴത്തെ ഒരു ശീലത്തെ കുറിച്ചാണ് പറയുന്നത്. ഐ ഡ്രിങ്ക് ഗ്രീൻ ടീ എവ്രി മോർണിംഗ്. ഞാൻ ഞായറാഴ്ചകളിലാണ് എൻ്റെ കാറ് കഴുകാറ്. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. പതിവായിട്ട് ഞായറാഴ്ച ദിവസമാണ് അത് ചെയ്യുന്നത്. എന്ത് പറയും? ഐ വാഷ് മൈ കാർ ഓൺ സൺഡേസ്. ഞായറാഴ്ചകളിലാണല്ലോ ചെയ്യുന്നത്, അപ്പൊ അതൊരു റുട്ടീൻ ആണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഐ വാഷ് മൈ കാർ ഓൺ സൺഡേസ്. ക്ലിയർ ആയോ എങ്ങനെയാണ് നമ്മൾ ഈ ഇപ്പോഴത്തെ നമ്മുടെ ശീലങ്ങളെ കുറിച്ച്, പതിവുകളെ കുറിച്ച് പറയുന്നതെന്ന്? ഇനി പാസ്റ്റിലെ, അതായത് കഴിഞ്ഞുപോയ കാലത്തെ നമ്മുടെ ഒരു ശീലം, അന്ന് നമ്മൾ ചെയ്യുമായിരുന്ന കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ പറയുന്നത് നോക്കാം. അതിനു മുൻപ് ഇപ്പൊ നമ്മൾ കണ്ട ഇപ്പോഴത്തെ പ്രസന്റിലെ ഹാബിറ്റ് ഉണ്ടല്ലോ, അതിനെ പറ്റിയുള്ള ഒരു സെന്റൻസ് കൂടെ ഞാൻ തരാം. അപ്പൊ അതിന് ഞാനൊരു സിറ്റുവേഷൻ പറയാം. അപ്പൊ നമ്മൾ വീട്ടില് അച്ഛനും അമ്മയും മക്കളും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഇപ്പൊ കുട്ടികൾ പറയാണ്, ഞങ്ങൾ കാറിനാണ് സ്കൂളിൽ പോകുന്നത്. എങ്ങനെ പറയും? വി ഗോ ടു സ്കൂൾ ബൈ കാർ. കാറിനാണ് പോകുന്നത്. വി ഗോ ടു സ്കൂൾ ബൈ കാർ. വി ആയതുകൊണ്ട് ഗോ വന്നു. വി ഗോ ടു സ്കൂൾ. മനസ്സിലായല്ലോ? അപ്പൊ അത് ഇപ്പോഴത്തെ പ്രസന്റിലെ കാര്യം കുട്ടികൾ പറയാണ്. ഇത് കേൾക്കുമ്പോ അച്ഛൻ അവരോട് പറയാണ്, ഞാൻ നടന്നാണ് സ്കൂളിൽ പോയിരുന്നത് അല്ലെങ്കിൽ പോകുമായിരുന്നത്. അപ്പൊ അച്ഛൻ ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല. അന്ന് പണ്ട് പാസ്റ്റില് അച്ഛന്റെ ശീലം ഇതായിരുന്നു എന്ന്. അവിടെ നമ്മൾ യൂസ് ചെയ്യുക യൂസ്ഡ് ടു എന്നൊരു ഫ്രേസ് ആണ്, പഴയ ശീലത്തെ കുറിച്ച് പറയാൻ. അപ്പൊ അച്ഛൻ എന്തായിരിക്കും പറയാ ഇംഗ്ലീഷില്? ഐ യൂസ് ടു വാക്ക് ടു സ്കൂൾ. അവിടെ വെറുതെ ഐ വാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ അർത്ഥം ഞാൻ സ്കൂളിലേക്ക് നടന്നു എന്നാണ്. അങ്ങനെയല്ല. പണ്ട് അച്ഛൻ ചെറുതായിരിക്കുമ്പോ ഞാൻ സ്കൂളിലേക്ക് പോകുമായിരുന്നത് നടന്നാണ്, അങ്ങനെയാണ്, നടക്കുമായിരുന്നു എന്ന് ആ ഒരു പാസ്റ്റ് ഹാബിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെയാണ് പറയുന്നത് ഐ യൂസ് ടു വാക്ക് ടു സ്കൂൾ.
യൂസ്ഡ് ടു കഴിഞ്ഞിട്ട് വാക്ക്, പിന്നെ വാക്ക്ഡ് ഇല്ല. കാരണം യൂസ്ഡ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പാസ്റ്റ് ടെൻസ് വന്നു. യൂസ്ഡ് ടു വാക്ക്, യൂസ്ഡ് ടു ഉണ്ടല്ലോ, ആ ഇൻഫിനിറ്റീവിന് ടു കഴിഞ്ഞാൽ പിന്നെ വാക്ക് മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ മുൻപ് നമ്മൾ കണ്ട സെന്റൻസിലെ ഞാൻ ഇന്നും രാവിലെ ചായയാണ് കുടിക്കുന്നത്, എങ്ങനെ പറയും? ഇപ്പോഴത്തെ കാര്യമാണ്. ഐ ഹാവ് ടീ എവ്രി മോർണിംഗ്. പക്ഷെ ഇങ്ങനെ പറയണമെങ്കിലോ, ഞാൻ കാപ്പിയാണ് കുടിക്കുമായിരുന്നത്, കാപ്പിയാണ് കുടിക്കാറുണ്ടായിരുന്നത്. ഐ യൂസ് ടു ഹാവ് കോഫി. ഐ യൂസ്ഡ് ടു ഹാവ്. അപ്പൊ പഴയ കാര്യം പറയാൻ ശരിക്കും ഹാഡ് ആണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ യൂസ് ടു വന്നത് കൊണ്ട് പിന്നെ ഹാവ് ആണ് വരേണ്ടത്, ഹാഡ് അല്ല. ഐ യൂസ് ടു ഹാവ്, ഐ യൂസ് ടു ഹാവ് കോഫി. ഇനി ഒരാളുടെ പ്രകൃതത്തെ കുറിച്ച് പറയുമ്പോൾ അയാൾ പാസ്റ്റില് ഇങ്ങനൊരു പ്രകൃതമായിരുന്നു, അയാളുടെ ഇങ്ങനൊരു അവസ്ഥയായിരുന്നു എന്നൊക്കെ പറയണമെങ്കിൽ ഈ യൂസ് ടു എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം. എനിക്ക് പറയേണ്ടത്, ഞാൻ പണ്ട് വളരെ ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു, അതായിരുന്നു എൻ്റെ പ്രകൃതം എന്ന് പറയണമെങ്കിൽ ഐ യൂസ് ടു ബി ഷൈ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഷൈ എന്ന് പറയുന്നത് ഒരു ആഡ്ജക്റ്റീവ് ആണല്ലോ, അതുകൊണ്ടാണ് നമ്മളുടെ ഒരു വേർബായിട്ട് ബി കൊണ്ടുവന്നത്. ഷൈ ആയിരുന്നു, അതിനാണ് ബി വന്നത്. ഐ യൂസ് ടു ബി ഷൈ. അപ്പൊ ആയിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട് ബി വന്നത്? കാരണം യൂസ്ഡ്, ആ പാസ്റ്റ് ടെൻസ് കാണിക്കാൻ യൂസ്ഡ് ഉണ്ട്. ഐ യൂസ് ടു ബി ഷൈ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്തെങ്കിലും പാസ്റ്റില് ഒരു പ്രത്യേക സമയത്ത് ഞാൻ ഷൈ ആയി എന്ന് പറയണമെങ്കിൽ ഐ വാസ് ഷൈ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഷൈ ആയി, ഐ വാസ് ഷൈ. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് പണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രകൃതം ഉണ്ടായിരുന്നു എന്നാണ്. അവിടെയാണ് ഐ യൂസ് ടു പറയുന്നത്. ഐ യൂസ് ടു ബി ഷൈ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആണ്. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ പ്രകൃതം ഇതാണ്. ഇവിടെ എന്ത് പറയും? ഐ എം മോർ കോൺഫിഡന്റ് നൗ. ഐ ആം മോർ കോൺഫിഡന്റ് നൗ. കണ്ടോ, ഇപ്പോഴത്തെ നമ്മുടെ ഒരു നേച്ചർ, ഒരു പ്രകൃതം, അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഐ ആം എന്ന് പറഞ്ഞു. പണ്ടത്തേത് പറയാൻ ഐ യൂസ് ടു ബി എന്ന് പറഞ്ഞു. ഇനി ഇത് നോക്കൂ, പണ്ടൊക്കെ ഞാൻ വളരെ ഇംപേഷ്യന്റ് ആയിട്ടുള്ള, ഒട്ടും ക്ഷമയില്ലാത്ത, അക്ഷമനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്ത് പറയും? ഐ യൂസ് ടു ബി ഇംപേഷ്യന്റ്. ഇത് പഴയ കാര്യമാണ്. ഐ യൂസ് ടു ബി ഇംപേഷ്യന്റ്. ഈ ഇംപേഷ്യന്റ് എന്ന് പറയുന്നത് ആഡ്ജക്റ്റീവ് ആയതുകൊണ്ടാണ് ഐ യൂസ് ടു ബി ഇംപേഷ്യന്റ് എന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഞാൻ വളരെ ക്ഷമയുള്ള ഒരാളാണ്, കൂടുതൽ ക്ഷമ, പേഷ്യന്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന് പറയണമെങ്കിൽ ഐ എം മോർ പേഷ്യന്റ് നൗ എന്ന് പറയാം. ഐ എം മോർ പേഷ്യന്റ് നൗ. മനസ്സിലായോ? ഐ യൂസ് ടു ബി ഇംപേഷ്യന്റ്, ഐ ആം പേഷ്യന്റ്. അപ്പൊ ഇതെങ്ങനെ പറയും? ഈയിടെയായി ഞാൻ നേരത്തെ ഉറങ്ങാറുണ്ട്. ഇങ്ങനെ പറയും, ഐ സ്ലീപ് ഏർലി ദീസ് ഡേയ്സ്. നേരത്തെ തന്നെ ഉറങ്ങാറുണ്ട്. ഐ സ്ലീപ് ഏർലി ദീസ് ഡേയ്സ്. പക്ഷെ ഇനി പഴയ കാര്യം പറയാട്ടോ. പണ്ട് ഞാൻ വൈകി ഉണർന്നിരിക്കുമായിരുന്നു, അതായിരുന്നു നമ്മുടെ ശീലം. ഐ യൂസ് ടു സ്റ്റേ അപ്പ് ലേറ്റ്. ഐ യൂസ് ടു സ്റ്റേ അപ്പ് ലേറ്റ്. ഇത് പണ്ട്. ഐ യൂസ് ടു സ്റ്റേ അപ്പ് ലേറ്റ്. പക്ഷെ ഇപ്പൊ ഞാൻ നേരത്തെ ഉറങ്ങാറുണ്ട്. ഐ സ്ലീപ് ഏർലി. ഇനി അടുത്തതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ വ്യായാമം ഒഴിവാക്കാറുണ്ടായിരുന്നു. അതായത് എക്സസൈസ് ചെയ്യുന്നത് ഒഴിവാക്കാറുണ്ടായിരുന്നു പാസ്റ്റില്. എങ്ങനെ പറയും? ഐ യൂസ് ടു അവോയ്ഡ് എക്സസൈസ്. അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ അതെങ്ങനെയെങ്കിലും ഒഴിവാക്കി വെക്കുന്നു. ഐ യൂസ് ടു അവോയ്ഡ് എക്സസൈസ്. ഞാൻ ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കുമായിരുന്നു. അത് പണ്ടത്തെ കാര്യം പറയാണ്. ഐ യൂസ് ടു ഈറ്റ് എ ലോട്ട് ഓഫ് ജങ്ക് ഫുഡ്. ഐ യൂസ് ടു ഈറ്റ് എ ലോട്ട് ഓഫ് ജങ്ക് ഫുഡ്. അപ്പൊ നിങ്ങൾ ആ ഒരു ഫ്രേസ് ശ്രദ്ധിക്കുക. ഐ യൂസ്ഡ് ടു ഈറ്റ്. യൂസ്ഡ് അവിടെ പാസ്റ്റ് ടെൻസ് വന്നു, അത് കഴിഞ്ഞ് ഈറ്റ് മാത്രം മതി, എയ്റ്റ് അല്ല. ഐ യൂസ് ടു ഈറ്റ് എ ലോട്ട് ഓഫ് ജങ്ക് ഫുഡ്. ഇനി ഇതെങ്ങനെ പറയും? ഞാൻ നേരത്തെ ഒക്കെ വണ്ടി ഓടിച്ചാണ് ജോലിക്ക് പോകുമായിരുന്നത്. ഇപ്പൊ മെട്രോവിനാ പോകുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് വേറൊരു രീതിയുണ്ട്. പഴയ ശീലത്തെ കുറിച്ച് പറയാണ്. ഇങ്ങനെ പറയും, ഐ യൂസ് ടു ഡ്രൈവ് ടു വർക്ക്. ഇപ്പൊ ഡ്രൈവ് ടു വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി സ്ഥലത്തേക്ക് പോകുന്നത്, ജോലി ചെയ്യാൻ പോകുന്നത്. ഐ യൂസ് ടു ഡ്രൈവ് ടു വർക്ക്. ഐ യൂസ് ടു കഴിഞ്ഞിട്ട് ഡ്രൈവ് മാത്രം. ഐ യൂസ് ടു ഡ്രൈവ് ടു വർക്ക്. അപ്പൊ എങ്ങനെയാണ് ഇപ്പോഴത്തെയും പാസ്റ്റിലെയും ശീലങ്ങളെ കുറിച്ച്, ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നതെന്ന് മനസ്സിലാക്കിയല്ലോ. പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ അപ്പൊ ഉപയോഗിച്ചോളണം യൂസ് ടു. ഇനി ഇന്നത്തെ നമ്മുടെ അവസാനത്തെ പാറ്റേൺ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതെങ്ങനെ പറയും? ഉണർന്നാലുടൻ ഞാൻ ഫോൺ നോക്കാറുണ്ട്. ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുന്നു. ഉണർന്നാലുടൻ. ആ ഉടൻ എന്നുള്ള കാര്യമാണ് നമുക്ക് പറയേണ്ടത്. അവിടെ നമ്മൾ പറയുക, as soon as I wake up,
I check my phone. As soon as I wake up. As soon as എന്ന് വെച്ചാൽ ആ ഒരു കാര്യം നടന്നാലുടൻ എന്നുള്ള അർത്ഥം വന്നു. As soon as I wake up, I check my phone. വീട്ടിലെത്തിയാലുടൻ അയാൾ കുളിക്കാറുണ്ട്. അതായത് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നതാണ്. As soon as he gets home, he takes a shower. ഇപ്പൊ കുളിക്കുക എന്നുള്ളതിന് to take a shower എന്ന് പറയാം. ഇവിടെ പറഞ്ഞെന്താന്ന് മനസ്സിലായോ? As soon as he gets home. He കഴിഞ്ഞാൽ gets വരണം, get അല്ല. As soon as he gets home, he takes a shower. അയാൾ എത്തിയാലുടൻ നമ്മൾ മീറ്റിംഗ് തുടങ്ങും. നമ്മൾ അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അയാൾ എത്തേണ്ട താമസം നമ്മൾ മീറ്റിംഗ് തുടങ്ങും എന്നാണ് പറയുന്നത്. As soon as he arrives, we'll start the meeting. അപ്പൊ ഇവിടെ arrive എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അയാൾ ഇങ്ങോട്ട് എത്തിച്ചേരുക എന്ന അർത്ഥത്തിലാണ്. As soon as he arrives, we'll start the meeting. ഒഴിവ് കിട്ടിയാൽ ഉടൻ ഞാൻ നിങ്ങളെ വിളിക്കാം. അപ്പോൾ ഒഴിവ് കിട്ടിയാൽ, അതായത് ഞാൻ ഫ്രീ ആയാൽ ഉടൻ ഞാൻ നിങ്ങളെ വിളിക്കാം എന്നാണ് പറയുന്നത്. ഇങ്ങനെ പറയും, as soon as I'm free, I'll call you. As soon as I'm free, I will call you. പക്ഷെ ഇത് നമുക്ക് വേണമെങ്കിൽ തിരിച്ചും പറയാം. I'll call you as soon as I'm free. I'll call you as soon as I'm free. പക്ഷെ ഇവിടെ ആ രണ്ട് സെന്റൻസസും എഴുതിയതിന്റെ വ്യത്യാസം നിങ്ങൾ കണ്ടോ? As soon as വെച്ച് സെന്റൻസ് തുടങ്ങുമ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് നമ്മൾ കോമ ഇടണം. പറയുമ്പോഴും നമ്മൾ അവിടെ നിന്ന് നിർത്തില്ലേ? As soon as I'm free, I'll call you. പക്ഷെ തിരിച്ചു പറയുമ്പോഴോ I'll call you as soon as I'm free. അവിടെ നമ്മൾ പോസ് ചെയ്യുന്നില്ല. അതുപോലെ അവിടെ കോമയുടെയും ആവശ്യമില്ല. എന്റെ ജോലി തീർന്നാലുടൻ ഞാൻ ഇറങ്ങും. ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കാം. I leave as soon as I'm done. അപ്പൊ ഇവിടെ എന്റെ ജോലി തീരുക, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം തീരുക എന്നാണല്ലോ. അതിന് I am done എന്ന് പറയാം. I leave as soon as I'm done. സ്റ്റേഷനിൽ എത്തിയാൽ ഉടൻ എന്നെ വിളിക്കൂ. Call me as soon as you reach the station. Call me, വിളിക്കൂ, അതാണ്. Call me as soon as you reach the station. ബെൽ അടിച്ച ഉടനെ കുട്ടികൾ പുറത്തേക്ക് ഓടി. As soon as the bell rang, the kids ran out. As soon as the bell rang, കോമ എന്ന് കണ്ടോ? The kids ran out. പുറത്തേക്ക് ഓടി. ഓടുക എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ran. As soon as the bell rang, the kids ran out. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ട ഈ പാറ്റേൺസ് എല്ലാം നമുക്ക് ഡെയിലി വളരെയധികം ആവശ്യം വരുന്നതാണ്. നിങ്ങൾ നന്നായി അത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ ഇപ്പൊ ഞാൻ ഇതിനെ ബേസ് ചെയ്ത് ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരികയാണ്. പക്ഷെ ഇത് ശരിയാക്കിയാൽ ആ സെന്റൻസ് ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചു എന്ന് മനസ്സിലാക്കാം. പക്ഷെ പ്രാക്ടീസ് ചെയ്യേണ്ടത് വേറെ കാര്യം. അത് നന്നായിട്ട് നിങ്ങൾ ചെയ്യണേ. ഹോംവർക്ക് നോക്കാം. ആദ്യത്തത്, നേരത്തെ വരുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല, ഞങ്ങൾക്ക് പ്രശ്നമില്ല. എങ്ങനെയാ പറയാന്ന് ഓർത്തു നോക്കൂ. അടുത്തത്, ഞാൻ രാത്രി പഠിക്കാറുണ്ടായിരുന്നു. അപ്പൊ പണ്ടത്തെ ഒരു ശീലമാണ് പറയുന്നത്. എങ്ങനെ പറയാന്ന് ആലോചിക്കൂ. ഞാൻ രാത്രി പഠിക്കാറുണ്ടായിരുന്നു. മഴ നിന്നതും ഞങ്ങൾ പുറത്തു പോയി. മഴ നിന്നതും ഞങ്ങൾ പുറത്തു പോയി. അതായത് മഴ നിന്ന ഉടനെ ഞങ്ങൾ പുറത്തു പോയി എന്നാണ് അർത്ഥം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അറബിക് എഴുതുന്നത് പോയിട്ട് വായിക്കാൻ പോലും എനിക്കറിയില്ല. അറബിക് എഴുതുന്നത് പോയിട്ട് വായിക്കാൻ പോലും എനിക്കറിയില്ല. എങ്ങനെയാണ് ഈ 4 സെന്റൻസസും പറയാന്ന് നന്നായിട്ട് ആലോചിച്ച് അത് ഫോം ചെയ്യൂ. എന്നിട്ട് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ കേട്ടോ. പിന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ അതെന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഇത് ഹെൽപ്ഫുൾ ആവുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പൊ നമുക്ക് അധികം താമസിയാതെ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ. ബൈ.